കേരള മോദിയെ പറ്റിയും അതിൻ്റെ ആവിർഭാവം തൊട്ട് ഉള്ള ചരിത്രത്തെ പറ്റിയെല്ലാം ഇനി ഞാനൊരു വിശദീകരണം നൽകുന്നില്ല. കാരണം എനിക്കാകെ 3 മിനിറ്റാണ് തന്നിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാം അറിയാം, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നെപ്പറ്റി ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. എന്നെയാക്കിയ കേരള മോദിയാണ്. ഒരുപക്ഷെ എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് പത്രാധിപൻ. എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഗുരുനാഥനായി എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നു. പത്രാധിപരുമായിട്ട് എനിക്ക് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് അടിയന്തര കാലഘട്ടത്തിൽ 1967 തൊട്ട് എനിക്ക് ബന്ധമുണ്ട്. ആ വീട്ടിൽ പോയി സൽക്കരിക്കാനും ചില സംശയങ്ങൾ ചോദിക്കാനും. ഞാൻ കളിക്കുന്ന ദിവസം പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് ഒരുപാട് അനാചാരങ്ങൾ, കള്ളുകുടിച്ച് തുള്ളി തമ്മിൽ വിട്ടും മുത്തും മരിക്കലുണ്ടായിരുന്നപ്പോൾ അക്കാലത്തെല്ലാം ഞങ്ങൾക്ക് സംശയം വന്നാൽ നിവാരണം ചോദിക്കാൻ പോകുന്ന പത്രാധിപരാണ്. അങ്ങനെ കളിച്ചുകൊണ്ട് അമ്പലത്തിൽ നടക്കുന്ന ആചാരങ്ങൾ നടക്കാനും അനാചാരങ്ങൾ ഇല്ലാതാക്കാനും വേണ്ടി ഞാൻ പത്രാധിപർക്ക് പോയി. പത്രാധിപർ KS സുകുമാൻ അദ്ദേഹത്തെ കണ്ട് എന്ത് വേണം, ഞങ്ങളുടെ അമ്പലത്തിൽ കള്ളു തുടിച്ച് തുള്ളി വെട്ടി മരിക്കുന്ന ഈ അവസ്ഥാവിശേഷം നിലനിൽക്കുമ്പോൾ ഇതിനൊരു മാറ്റം ഞങ്ങൾ ഉപദേശിച്ചിരുന്നപ്പോൾ അദ്ദേഹം തന്ന ഉപദേശമാണ് ഗുരുദേവൻ്റെ പ്രതിമ അവിടെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ കള്ളുതുള്ളൽ അവസാനിപ്പിച്ച് അങ്ങനെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമേനോനെ കൊണ്ടുവന്ന് ഞാൻ ആ പ്രതിമ അവിടെ സ്ഥാപിച്ച് കള്ളുതുള്ളൽ അവസാനിപ്പിച്ചു. അങ്ങനെയൊന്നും എൻ്റെ ഒരു വഴിയും വഴികാട്ടിയും ഗുരുനാഥനും ഗുരുവുമായിരുന്നു പത്രാധിപർ. അതിനുശേഷമാണ് ജനവനും എൻ്റെ പൊതുപ്രവർത്തനത്തിൽ എന്നും താങ്ങും തണലുമായിരുന്നു പത്രാധിപർ. എന്ത് പറഞ്ഞു, കാലങ്ങൾ കഴിഞ്ഞു. നിയോഗം എന്ന നിലയിൽ ഞാനൊരു കോൺട്രാക്ടറായിരുന്നു. പ്രത്യേകിച്ച് കോൺട്രാക്ടറെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ TK ദിവാകരൻ, അദ്ദേഹം ഞാൻ കോൺട്രാക്ടറായിരുന്ന കാലത്ത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള, തോട്ടപ്പള്ളി സ്മില്ല് തൊട്ട് ST കോളേജ് വരെ പോകുന്ന ആ റോഡ് കടപ്പുറത്തുനിന്ന് നേരെ കിഴക്കോട്ട് മാറ്റി സ്ഥാപിക്കാൻ ദീർഘദൂരമുള്ള ആ റോഡ് പോലും എടുക്കാനാളില്ലായിരുന്ന കാലത്ത് TK എന്നെ കൊണ്ടെടുപ്പിച്ചു. എടുത്ത് ബദലിട്ടിട്ട് പോയി. അദ്ദേഹം എന്നെ ഒരു കോൺട്രാക്ടറായിട്ട് വളർത്താൻ ഇരുപത്തിയെങ്കിൽ അതോടൊപ്പം തന്നെ ദേവി സാർ, ഈ രണ്ടുപേരെയും നമുക്ക് എനിക്ക് സ്മരിക്കാതിരിക്കാൻ തോന്നത്തില്ല. എന്തെല്ലാം പറഞ്ഞു. ഇവിടുത്തെ കോളേജ് ദേവി സാറ് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്താണ് SNRS ചെങ്ങന്നൂർ ഷൊർണൂറും 3 കോളേജ്, ചെങ്ങന്നൂർ ഷൊർണൂര് ചാത്തന്നൂർ 3 കോളേജ് വന്നത്. അത് കഴിഞ്ഞിട്ട് ആരെന്ത് വന്ന് ഈ 2 മഹൽ വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം കൊല്ലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ പൊതുപ്രവർത്തന രംഗത്താണെങ്കിലും എൻ്റെ വ്യവസായ രംഗത്താണെങ്കിലും എന്നെ ഒരുപാട് വളർത്തി സഹായിച്ച 2 മഹൽ വ്യക്തികളാണ്. കോൺട്രാക്ട് രംഗത്ത് നിന്ന് വളർന്നപ്പോൾ പോലും ഞാൻ പൊതുപ്രവർത്തനത്തിൽ രാഘവൻ വക്കീലിനോടൊപ്പം ട്രസ്റ്റ് തിരഞ്ഞെടുപ്പിലും SNDPO തിരഞ്ഞെടുപ്പിലും അതിനൊരു കൺവീനറായി പ്രവർത്തിക്കുന്നു എന്നതിൽ കവിഞ്ഞിട്ട് അധികാരസ്ഥാനത്ത് വന്ന ഒരു പ്രവർത്തനം എനിക്കില്ലായിരുന്നു. പക്ഷെ നീതിയുടെ നിയോഗം എന്ന നിലയിൽ എന്ത് ചെയ്യാം, ശുവേരി നടന്ന പോലീസ് നല്ലതായിട്ട് എൻ്റെ പേരിലുണ്ടായ സമുദായത്തിൻ്റെ ആ വിദ്വേഷം അണപൊട്ടി വന്നപ്പോൾ അന്ന് പത്രാധിപരുന്ന കേരള മോദി പത്രാധിപരുന്ന MS മണിയും ശാശ്വതാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ള നിർബന്ധത്തിന് വഴങ്ങി ഞാൻ SNDP യോഗത്തിൽ മത്സരിക്കാനിടയായി. പക്ഷേ എൻ്റെ ഗുണം കൊണ്ടല്ല ഞാൻ ജയിച്ചത്, എതിരാളിയുടെ ദോഷം കൊണ്ട് എനിക്ക് ഒരുപാട് വോട്ട് കിട്ടി. എനിക്ക് എന്നെ എതിർത്തവർക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. അങ്ങനെ ഞാൻ ട്രാക്ക് തെറ്റിയാന്ന് ഞാൻ നല്ല കോൺട്രാക്ടർ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. ട്രാക്കിൽ വന്നു. കുറച്ച് നാൾ തോന്നി. SNRSലും പ്രശ്നങ്ങളായി. അതും രണ്ടും കൂടി സംയോജിപ്പിച്ചു കൊണ്ടുപോയാൽ മാത്രമേ ഈ പൊതുപ്രവർത്തനം സമുദായ പ്രവർത്തനം 100% വിജയിക്കണമെങ്കിൽ രണ്ടും ഒന്നായി പോകണമെന്നുള്ള ചിന്തയോട് വന്നപ്പോൾ
മാസം കഴിഞ്ഞപ്പോൾ SN-ട്രസ്റ്റിൽ നിന്ന് മത്സരിച്ച് അവിടെയും നിങ്ങളെന്നെ ഏകകണ്ഠേന ഇന്നലെ വരെ 30 കൊല്ലമായി എല്ലാം ഏകകണ്ഠേന തന്നെ എന്നെ SN-ട്രസ്റ്റ് സെക്രട്ടറി ആയി തിരഞ്ഞെടുത്തു. ഞാൻ ചെറുതായിട്ടൊരു ഓർമ്മയ്ക്ക് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനുശേഷം ഞാൻ കൊങ്കൺറിയിലേക്ക് പോയി പണി നടത്തിക്കൊണ്ടിരുന്ന അവിടെയെല്ലാം നല്ല ഭംഗിയായി പണിത് ഈ സീസണിൽ അദ്ദേഹം എന്നെ കൈവളയിൽ വെച്ചുകൊണ്ട് അസാധ്യമായ എല്ലാ പണികളും എന്നെ ഏൽപ്പിക്കും. ഞാനത് സാധ്യമാക്കും, ഞാനത് തീർക്കും. കൃത്യനിഷ്ഠയോടും സത്യസന്ധതയോടുള്ള പണികളെല്ലാം തീർത്ത സമയത്താണ് ഈ ട്രാക്ക് തെറ്റി ഈ ട്രാക്കിൽ വന്നുപോയി. വന്നപ്പോൾ എന്നെ സഹായിക്കാൻ പത്രവും കോടതിയും മാത്രമേ അന്നും ഇന്നും ഉള്ളൂ. കേരളകൗമുദി പത്രവും ബഹുമാനപ്പെട്ട കോടതിയും മാത്രമാണ് എന്നും കേസ് കൊണ്ട് എന്തായി. അവസാനം കൊങ്കൺറിയിൽ പണി തീർന്നപ്പോൾ സീനിയർ സാറ് പറഞ്ഞ് നേരെ അദ്ദേഹം ഡൽഹി മെട്രോയ്ക്ക് പോവുകയാണ്. പ്രീതിയും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരണം. അപ്പം ഞങ്ങൾ രണ്ടുപേർക്കും ലൈസൻസ് ഒന്ന് കോണ്ടാക്ട് പോകാനൊത്തില്ല. കാരണം ഇത് ഫുൾ ടൈം പണി ചെയ്തില്ലെങ്കിൽ ഞാൻ വിജയിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. എന്നെപ്പറ്റി എന്തെല്ലാം പറഞ്ഞു, അപവാദങ്ങൾ പ്രവൃത്തി. മലയാളം പോലും പറയാൻ അറിയാൻ പാടില്ലാത്തവൻ, കള്ളൻ, തണ്ടൻ, മണ്ടൻ, മുടകറുകാരൻ, ഇവരെ കുറിച്ച് എന്നെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ആരാണെന്ന് കാണിക്കാൻ ഞാൻ താഴോട്ടിറങ്ങി. എനിക്ക് മനസ്സിലായി സമുദായം എവിടെ കിടക്കുന്നു. എനിക്ക് മനസ്സിലായി സമുദായം സാമ്പത്തികമായും വളരെ തകർച്ചയിലാണ്. ഞാൻ മൈക്രോ ഫൈനാൻസ് ആരോടും വെല്ലുവിളിച്ചില്ല, ഒരു സമുദായത്തോടും വെല്ലുവിളിച്ചില്ല. സമുദായം നന്നാകാൻ വേണ്ടിയിട്ട് മൈക്രോ ഫൈനാൻസ് തുടങ്ങി. 1000 കോടി രൂപ ഞാനവിടെ കൊടുത്തു, സമുദായത്തിന് കൊടുത്തു. എന്നുള്ളത് കൊണ്ട് സമുദായത്തിന് മാത്രമല്ല എൻ്റെ ഗുണമുണ്ടായത്, സമൂഹത്തിന് പൊതുവേ ഉണ്ടായി. ആ സമൂഹത്തിന് പൊതുവെ ഉണ്ടായതുകൊണ്ട് ഒരു സാമ്പത്തിക വിപ്ലവം തന്നെ ഇവിടെ നടത്താൻ സാധിച്ചു. അത് വളരെ വിജയം. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും വളരെ പുരോഗതികൾ, സംഘടനാപരമായി ഇതെല്ലാം പരിഗണിച്ചാണ് ഞാനൊരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് പരിശോധിച്ച് അംഗീകരിച്ചാണ് എനിക്കിങ്ങനൊരു അവാർഡ് തന്നത്. അതല്ലാതെ ഞാൻ ആരുടെയും പുറകെ പോയിട്ടില്ല വേണമെന്നും പറഞ്ഞുകൊണ്ട്. ഈ അവാർഡ് തന്നെങ്കിൽ ഒരു പൊതുപ്രവർത്തകർ തന്ന അവാർഡാണ്. ഈ പൊതുപ്രവർത്തനത്തിന് സഹായിച്ചതും ആരൊക്കെയാണ്, അവർക്കെല്ലാം എൻ്റെ അവകാശമുണ്ട്, കേരളകൗമുദിക്കുണ്ട്. ഈ അവാർഡ് എനിക്ക് കിട്ടിയല്ല. പൊതുപ്രവർത്തന പങ്കാളിയായ നിങ്ങൾ ആരുണ്ടോ അവർക്കെല്ലാം എന്നോട് സഹായിച്ച അവർക്ക് എല്ലാവരുടെ കൂട്ടായ്മയോടുള്ള എന്നോടുള്ള സഹകരണം കൊണ്ടാണ് എന്നെ ഏൽപ്പിച്ചുവെങ്കിൽ അത് നിങ്ങൾക്കിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. കാരണം ഇതിൻ്റെ വളർച്ചയുണ്ട്, സമൂഹത്തിനും സമുദായത്തിനും പൊതുവെ കിട്ടി. അതിൻ്റെ അംഗീകാരമാണ്. അതല്ല വെള്ളാപ്പള്ളി നടേശൻ SNDPക്ക് കിട്ടിയതല്ല, ഒരു സമുദായത്തിന് കിട്ടിയതല്ല, സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ ഒരു വളർച്ചയുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ വളർച്ച, സംഘടനാ രംഗത്തുണ്ടായ വളർച്ച, മൈക്രോ ഫൈനാൻസിൻ്റെ രംഗത്തുണ്ടായ വളർച്ച, ഇതെല്ലാം കണക്കിലെടുത്താണ്. അവർ ചെറിയ കണക്കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിക്കാം. SNDP യോഗത്തിൽ 1996 ഞാൻ വരുമ്പോൾ ഇതിൻ്റെ ആസ്തി 78,62,172 രൂപ മാത്രമാണ്. ഇന്ന് അതിൻ്റെ ആസ്തി 339,74,82,000. അതായത് ഞാൻ ഭരിച്ച ഈ 30 കൊല്ലം കൊണ്ടുള്ള വളർച്ചയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പലരും മനസ്സിലാക്കുന്നില്ല. അതോടൊപ്പം തന്നെ അത് SN-ട്രസ്റ്റിനാണെങ്കിൽ 1996 അതിൻ്റെ ആസ്തി 6,23,87,000 ആയിരുന്നു. ഇന്ന് ഞാൻ ഭരണകാലത്ത് ഇന്നത്തെ 26 ബാലൻസ് ഷീറ്റിൽ ഇതിൻ്റെ ആസ്തി 140,85,40,000 രൂപയാണ്. അപ്പോൾ എത്രയോ കോടിയുടെ വർധനവ് അസറ്റ് നിങ്ങൾക്കെല്ലാം പബ്ലിഷർ ആഡിറ്റ് ഷീറ്റ് പരിശോധിച്ചറിയാം, വർധനമുണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം കാരണഭൂതനായതെല്ലാം നിങ്ങളാണ്. എന്നാലും എന്നും എന്നെ കേസിൽ കൊടുക്കുക എന്നുള്ള ഒരു ശൈലി പത്മനാഭന്മാർ ഇവിടെയുണ്ട്. പണ്ടുകൊണ്ട്
പത്മഭൂഷൺ തരാൻ പോയപ്പോൾ അതിനെതിരെയും കേസ്, എന്തിനും കേസ്. ഏത് നീതി മാധ്യമങ്ങൾ പോലും എന്നോട് കാണിക്കുന്നില്ല. കാര്യങ്ങൾ അറിയാനോ അറിയിക്കാനോ പോലും അവർ ശ്രമിക്കുന്നില്ല. ഒരാൾ മരിച്ചെങ്കിൽ അത് മുഴുവൻ എൻ്റെ നിലയെ വെച്ചുകൊണ്ട് അതുപോയിട്ട് ആഘോഷിച്ച് പത്മശ്രീ കിട്ടുന്നതിന് മുമ്പ് അത് 2 ദിവസം ആഘോഷിച്ച് അതിനെ കളങ്കപ്പെടുത്തുവാൻ ഒന്നുമില്ലാതെ എല്ലാം ബഹുമാനപ്പെട്ട കോടതിയും കേരളത്തിലെ മാത്രം പിൻബലവും ദൈവത്തിൻ്റെ കാരണവും നിങ്ങളെല്ലാം സഹായ സഹകരണവും കൊണ്ട് ഇതെല്ലാം ഭംഗിയായി എത്തിക്കുവാൻ എനിക്ക് സാധിച്ചു. ഈ സ്വീകരണം നൽകിയതിൽ എനിക്ക് കേരളത്തോട് നന്ദിയുണ്ട്. മാത്രമല്ല അത് ചെയ്യാൻ അവർ ബാധ്യതയാണ്. കാരണം അവരുടെ സൃഷ്ടിയാണ് ഞാൻ. കേരളമാണ് എന്നെ വളർത്തിയും. പക്ഷേ അന്ന് പത്രാധിപരായിരുന്ന എന്നും ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പ് വന്നിരുന്നു എമോഷണലി. കാരണം എനിക്ക് മുമ്പും പുറവും ഒന്നും അറിയാൻ പാടില്ലാതെ, ഒരു പാരമ്പര്യമില്ലാതെ ഞാൻ ഇടയ്ക്ക് ട്രാക്ക് തെറ്റി SDPയിൽ വന്ന എനിക്ക് താങ്ങായി തണലായി ആരെങ്കിലും വേണ്ടേ? അപ്പോൾ എന്നെ പ്രേരിപ്പിച്ചെന്ന് കൊണ്ടുവന്ന് എമോഷണലി അന്നൊരു വാക്ക് പറഞ്ഞ് കേരളമോദി എന്നും കൂടെ ഉണ്ടാകും. ആ വാക്കിൽ നിന്നും മണി പോയെങ്കിലും മണിയുടെ സഹോദരങ്ങളും മക്കൾക്കും ഒക്കെ ഉണ്ടെങ്കിൽ അവരും ആ രീതി തീർച്ചയായിട്ടും എന്നോട് വളർത്തി ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ട അവകാശം നിഷേധിക്കപ്പെട്ട അവശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഭൂമിക ചരിപ്പിക്കുന്ന ഒരു പത്രം വേറെ ആരുണ്ട്? എല്ലാവരും കോപ്പി വർത്തനം വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടി പത്രം പ്രവർത്തനം നടത്തുന്നതിൽ ഇവിടെ ഇല്ലാത്തവർക്ക് വേണ്ടി തുടർന്ന് തന്നെ പത്രം എഴുതി. കേരള യൂണിവേഴ്സിറ്റിക്ക് നോമിനേറ്റ് ചെയ്തു. ഇതിപ്പോൾ പോലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ കേരള യൂണിവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ കോളേജുള്ളതാണ് SNS. ഈ ഒരൊറ്റ ഇഴവരെ പോലും നോമിനേറ്റ് കൊടുത്തിട്ട് നോമിനേറ്റ് കൊടുത്തിട്ട് ഇല്ലാതെ സത്യമല്ലേ എഴുതിയത്. ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് മുഴുവൻ നോമിനേറ്റ് ചെയ്തത്. ആ ഭാഗത്തിലും ധൈര്യമായി ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായതും ധൈര്യമായി പറഞ്ഞതും കേരളമോദി എല്ലാം ആരും പറഞ്ഞു ചെയ്യേണ്ടതല്ലേ. ഏറ്റവും കൂടുതൽ കോളേജ് കേരള യൂണിവേഴ്സിറ്റിയിൽ SNSനും ഇരിക്കെ അതിൻ്റെ വിഭാഗത്തിൽ നിന്ന് ഒരാളെ വയ്ക്കണ്ടേ? ഒരാളെ പോലും നോമിനേറ്റില്ല. അങ്ങനെ ഈ അവസര അവഗണന അനുഭവിക്കുന്ന അവസരത്തിന് വേണ്ടി ശക്തമായി ചലിക്കുന്ന കേരളമോദി ഈ അവസരത്തെ എന്നും അത്താണിയാണ് നമ്മുടെ ആശ്രയാണ്. എനിക്കെന്നും താങ്ങും തണലുമായി നിന്ന് പ്രവർത്തിച്ച കേരളമോദി നേതൃത്വത്തിൽ ഇങ്ങനെ ആദരവ് നൽകുവാൻ കാണിച്ച കേരളമോദിയോടും സംഘാടകരോടും നന്ദി പറയുകയും ഇത് സംബന്ധിക്കുവാൻ നിങ്ങളെല്ലാം എത്തിയ നിങ്ങളോടെല്ലാം എല്ലാവരോടും എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദി പറയും. തുടർന്ന് ശക്തമായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം പിന്തുണയും സഹകരണം ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.